വീണ്ടും ചുംബന രംഗവുമായി ടൊവിനോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. അതായത് ടൊവിനോ ചുംബിക്കുന്ന ഒരു സീൻ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ എല്ലാ ഇന്റർവ്യൂവിലും ഈ ഒരു ചോദ്യം വരും. അപ്പൊ എന്റെ ചോദ്യം, ഇതാണോ ടൊവിനോയ്ക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യം? എനിക്ക് അങ്ങനെ ചുംബിക്കണ ക്യാമറയും ലൈറ്റും സെറ്റപ്പ് ഒക്കെ വേണം. അല്ല എനിക്ക് അപ്പൊ ഇത് സിനിമയിലെ ചുംബന രംഗം എന്ന് പറയാൻ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമേ അല്ല. ആ കഥാപാത്രത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൺവേ ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം അങ്ങനെയുള്ള സീനുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കഥാപാത്രത്തിനും സിനിമയ്ക്കും ആവശ്യമുള്ളത് തന്നെയാണ്. അതാണ് ശരി. ഞാൻ ഇതൊന്നും ചോദിച്ചു മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ചുംബിക്കണമെങ്കിൽ എനിക്ക് ലൈറ്റും ക്യാമറയും ഒരുപാട് ആൾക്കാരും ഡയറക്ടർ ആക്ഷൻ എന്ന് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങള്. പിന്നെ ചെറിയ കുൽസിത ചോദ്യമാണത്. ചോദിക്കുമ്പോ തന്നെ ഫേസിൽ അതൊക്കെ ഉണ്ടാവും. ഇഷ്ടമാണോ? ഞാൻ ഇപ്പൊ 19 സിനിമയോളം ആവാറായി. എന്നിട്ട് ഞാൻ 5 സിനിമയിൽ ചെയ്തിട്ടുണ്ടാവും. ഒരു 10% സിനിമകളിലേക്ക് ഇത് വന്നിട്ടുള്ളൂ. അപ്പൊ അതിനേക്കാളും കൂടുതൽ സിനിമകളിൽ ഞാൻ ആൾക്കാർ വെടിവെച്ചും ഒക്കെ കൊന്നിട്ടൊക്കെ ഉണ്ട്. അതൊന്നും സംസാരിക്കണം, അതൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇതെന്തോ ഞാൻ ഒരു മോശം കാര്യം ചെയ്യുന്നു, കൊല്ലുന്നത് കാണുമ്പോ ആ സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇതിനെ പറ്റിട്ട് ചോദിക്കുകയും അത് ഉത്തരം പറയുന്നതൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് ചോദിക്കുമ്പോ അവരുടെ മുഖത്തൊരു കുൽസിത ഭാവമുണ്ട്. സോറി, ആക്ടറാണ്, ഞാൻ മറന്നുപോയി. ഇനി ഏറ്റവും ഇമോഷണൽ ആവുന്ന ഒരു സബ്ജക്ട് ഏതാണ്? നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ വല്ലാതെ നൊസ്റ്റാൾജി ആവുന്ന, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വല്ലാത്ത ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു ചോദ്യം, അത് എന്തൊരു? അങ്ങനെയൊന്നുമില്ല എനിക്ക്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തിട്ട് കരയണോ അങ്ങനത്തെ ഒരു അത്ര ഇമോഷണൽ ആവില്ല. ഇമോഷണൽ പല ടൈപ്പ് ഇമോഷൻ. ഇപ്പൊ ഈ പറഞ്ഞ ചിരി വരുന്ന ഇമോഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ഇമോഷണൽ അങ്ങനെ കരയേണ്ട പരിപാടി ഉണ്ടാവാറില്ല. സിനിമ കാണുമ്പോൾ കരയായിരിക്കും. രണ്ട് ചോദ്യം ചോദിച്ചത് അങ്ങനെ പെട്ടെന്ന് കരയിക്കാൻ പറ്റില്ല. മഞ്ഞുമൽ ബോയ്സ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നല്ലോ. അപ്പം ഞാനതിൽ കരഞ്ഞു. ഒത്തിരി കാലം കൂടി ഒരു സിനിമയ്ക്ക് കരയണേ. സൗബിന്റെ അടുത്ത് വന്നിട്ട് അമ്മ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനല്ലേ, ഞാൻ അവിടെ വരെ സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് കണ്ണീന്നൊക്കെ കണ്ണീരപ്പോൾ ഞാൻ കരയാണെന്ന് ഓർത്തേക്ക് അടുത്തിരുന്നവർക്ക് ഇങ്ങനെ. നിങ്ങൾ കരഞ്ഞോ മഞ്ഞുമലിന്റെ സീൻ? ഞാൻ അനിയത്തിലും കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോ അപ്പൊ ഇതൊക്കെ മോങ്ങിയിരുന്ന് കറിയും. അനിയത്തി ഭവനിൽ കൊണ്ടുപോക്കോ അറിയുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പോഴാണ് ഇത്രയും ഭീകരമായിട്ടുള്ള കരച്ചിൽ പരിപാടികൾ. ബാലു കരഞ്ഞോ? ഞാൻ കരഞ്ഞു. അത് ആ വിഷമവും സന്തോഷവും എല്ലാം കൂടിയിട്ടുള്ളൊരു കരച്ചിലായിരുന്നു. എൻ്റെ അത് ഏതൊക്കെ ഇമോഷനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പോയിന്റിൽ മാത്രമല്ല, ഞാൻ പല പോയിന്റിലും കരുതും. എമ്പുരാനിൽ എത്രത്തോളം ടൊവിനോയെ കാണാനായിട്ട് സാധിക്കും? എവിടെ വരെ എത്തി? എപ്പോ വരും? എനിക്കൊരു 3 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഒരുപാടല്ല, എന്നാലും കുറച്ചുണ്ട്. കഥ ചോദിക്കുന്നത് മോശമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ആദ്യത്തെ പോലെ തന്നെ പവറൊക്കെ രണ്ടാമത്തേലുണ്ടോ? എന്താ പറയാ, അത് അതിനെ പറ്റി ഒന്ന് റിവീൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ആസ്വാദനത്തിന് നല്ലത്. പക്ഷെ നല്ല രസമായിരിക്കും, നല്ല ക്യാരക്ടറാണ്.